റഷ്യൻ ഹണി കേക്കാണ്. കേക്ക് കൊടുക്കുന്നതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 2019 കൊറോണയ്ക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ പാചകറാണി 2019 നമ്മുടെ പാചകറാണി ഒരു വനിതാ പാചകറാണിയാണ്. താങ്ക് യു റഫിയ. ഹലോ, വെൽക്കം ടു സീറ്റ് ഹൗസ്. സീറ്റ് ഹൗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുറേ മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെസ്റ്റോ പാചകറാണി മത്സരമായിരുന്നു. ഒരു 45 പേരുണ്ടായിരുന്ന മത്സരമായിരുന്നു. എത്രയോ പേരിൽ നിന്ന് സെലക്ട് ചെയ്ത് കുറച്ച് ആൾക്കാരെ വെച്ചിട്ടായിരുന്നു മത്സരം. അപ്പോൾ നമ്മൾ തകൃതിയായിട്ട് മത്സരമൊക്കെ നടന്നു. എനിക്ക് വീഡിയോസൊന്നും കൂടുതൽ എടുക്കാൻ പറ്റില്ല, ടെൻഷനായിരുന്നു കൂടുതലും. അപ്പം കഴിയുന്ന മോള് അവിടെ നിന്നിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാനും മൊത്തത്തിലെടുത്ത്. അപ്പോൾ അവിടെ ജഡ്ജ്മെൻറ്റ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെതൊക്കെ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞു പോയതാണ് കേട്ടോ. ആ ഒരു ടൈമിന് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ വെറുതെ ഇരുന്ന് വീഡിയോസൊക്കെ എല്ലാവരും ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ രസത്തിന് എടുത്തതാണ്. ഇത്രയും പേരുകളുടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ പരിപാടിയിൽ. അടിപൊളി ഫംഗ്ഷൻ തന്നെയായിരുന്നു. അതിൽ അടിപൊളി പാട്ടൊക്കെ പാടി കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കലാപരിപാടികളൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഇന്ന ബേബീനെയും കൂട്ടിയിട്ടായിരുന്നു പോയത്. അവൾക്ക് സ്റ്റേജ് പരിപാടി കണ്ട ഒന്ന് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുക, 2 സ്റ്റെപ്പൊക്കെ വെക്കും. അപ്പോൾ അവളെ സ്റ്റേജിൽ കയറാനുള്ളൊരു പരിപാടിയൊക്കെ നടത്തിയപ്പോൾ അവിടുത്തെ സാറ് പിടിച്ചിട്ട് അവളെ സ്റ്റേജിലേക്കാക്കി. കുറച്ചൊന്ന് സ്റ്റെപ്പ് ഇട്ടപ്പോഴത്തേനും പിന്നെ അവൾക്ക് ആകെ ആൾക്കാരെ കയ്യടിയും എല്ലാം കൂടി ആയപ്പോൾ മൊത്തത്തിൽ അവളുടെ കയ്യിൽ നിന്ന് പോയി. അവൾ കയറിയെന്നുള്ളൂ, പിന്നെ ഒന്നും കളിക്കാനൊന്നും നിന്നില്ല. പിന്നെ നമ്മൾ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുള്ള ദിവസമാണ്. വെഡ്ഡിങ് കേക്കിൻ്റെ ഓർഡറൊക്കെ ഉണ്ട്. വൈകുന്നേരം വെഡ്ഡിങ് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ നമ്മളിവിടെ എത്തണം. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേന് എന്തായാലും പ്രോഗ്രാം കഴിയും. നമുക്ക് 8:30 കഴിഞ്ഞത് അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ സമയത്തിന് കഴിയുമെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഇത് ജഡ്ജ്മെൻറ്റൊക്കെ തുടങ്ങി കുറേ സമയം കഴിഞ്ഞ് പിന്നെ എന്തായാലും ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ അതിൻ്റേതായ രീതിക്കല്ലേ കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ആ ഒരു സമയം വെച്ചിട്ട് എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 7:45 വരെ ഞാൻ അവിടെ ഉണ്ടായി. അപ്പോൾ ആ സമയത്തൊന്നും എൻ്റെ പേര് വിളിക്കുക അല്ലെങ്കിൽ എനിക്കൊരു സമ്മാനം കിട്ടുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ടെൻഷനായി. കാരണം നമ്മൾ അത്രയും റിസ്ക് എടുത്ത് പോയിട്ട് ഒന്നുമില്ല. അപ്പോൾ ഓരോരുത്തരെ സെപ്പറേറ്റ് വിളിച്ചിട്ടൊക്കെ ഓരോ വിഭവത്തിന് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓരോ അച്ചാറ് അത് ഇതെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിലും എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ എന്നെ ഒന്നും വിളിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആകെ ടെൻഷനായിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5-6 വിഭവം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിലും എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുറേ നേരം നിന്നിട്ട് പിന്നെ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പോവാം, നമുക്ക് ആ കേക്ക് സെറ്റ് ചെയ്യാണ്ട്. ഇപ്പോൾ 7:30 ആയി. നമ്മളതിന് എത്തൂല. കാരണം ഇവിടെ ഒന്നാമത് ടൗണിൽ പള്ളിയിൽ പരിപാടി നടക്കുന്ന കാരണം തന്നെ അവിടെ നല്ല ബ്ലോക്കാണ് ടൗണിലൊക്കെ. പള്ളിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കുള്ളൊരു സമയമാണ് കേട്ടോ അതിൽ. അപ്പോൾ ഒരു 7:30 മണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിന് കാരണം വന്നിട്ട് വേണം ഈ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേക്കിൻ്റെ ഇതും കൊണ്ട് പോകണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഇത് റിസൾട്ട് അറിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് നിന്നിട്ട് ഇനി കാര്യമില്ലയെന്ന് മനസ്സിലായി. കാരണം ഇനി കുറച്ച് ഇതും കൂടി 1st, 2nd, 3rd മാത്രമേ വിളിക്കാനുള്ളൂ. അപ്പോൾ അതെന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതുമില്ല. ബാക്കിയുള്ളതിലൊന്നും എനിക്കൊന്നും ഒരു ഇതും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് പോരാൻ വേണ്ടി തീരുമാനിച്ചു. 7:45 ആയപ്പോൾ ഞങ്ങൾ മോളം അവിടെ നിർത്തി. സാധനങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല.
മോളെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി തിരിച്ചു വന്നു. ഇവിടെ വന്ന് കേക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടി വന്നു. അങ്ങനെ വീട്ടിൽ വരുന്ന വരവിന് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്താണ് മോളടുത്ത് എൻ്റെ ഫോണും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾ ഉപ്പാൻ്റെ ഫോണിലേക്ക് വരുന്ന വഴിക്ക് വിളിച്ച്. അപ്പോൾ അവൾ വിളിച്ച സമയത്ത് ഞാൻ ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് അവൾ പ്രതികരിക്കുന്നൊന്നുമില്ല, ഒച്ചയൊന്നുമില്ല. പിന്നെ ഞാൻ എന്താ അവളൊന്നും മിണ്ടാത്തതെന്ന് വിചാരിച്ച് ഫോൺ ചെവി തന്നെ വിളിച്ചുകൊണ്ടിരിക്കുമ്പം അപ്പോൾ നമുക്ക് തോന്നിയില്ല. ഇൻസ്റ്റയിലൊക്കെ ലൈവായിട്ട് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നോക്കാനൊന്നുമുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പിന്നെ വീടിൻ്റെ അടുത്തെത്താനായപ്പോഴാണ് കോൾ വന്നത്. അങ്ങനെ കോളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ വിന്നറിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ പേര് ഫസ്റ്റ് വിളിച്ചപ്പം ആ ഒരു പെട്ടെന്ന് അത് കേട്ട് ഞാൻ ഇത്രയും ആൾക്കാരെ കൂടുതൽ എനിക്ക് ഫസ്റ്റ് എന്ന് വന്നപ്പം എനിക്കത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. കാരണം ആ ഒരു സമയത്ത് അവിടെ ഇല്ലാതായി പോയതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനും സന്തോഷം കൊണ്ടുള്ളൊരു ടെൻഷൻ. ഞാൻ എന്നിട്ട് ഹസ്ബൻഡിനെ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു പോയി. കാരണം അത്രയ്ക്കൊരു ടെൻഷൻ ഞങ്ങൾ രണ്ടുപേരാകുക. കാരണം ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്കൊന്നും നമുക്കിത് നടക്കില്ല എന്നുള്ളൊരു കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. പ്രധാനമായിട്ട് ഞങ്ങൾക്ക് സഹായത്തിന് ആരും ഉണ്ടായില്ല. ഞങ്ങൾ ഈ തിരക്കിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് പോണതും ഇതിൻ്റെ ബാക്കി സാധനങ്ങൾ വാങ്ങിക്കലൊക്കെ ആൾ ചെയ്തിരുന്നു. ഞാൻ പിന്നെ അതിൻ്റെ എല്ലാ സാധനവും ഉണ്ടാക്കലും പാക്കാക്കലും കൊണ്ടുപോകാനുള്ളതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. വേറെ ആളും സഹായത്തിനില്ല. കാരണം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേറെ ആരും വന്ന് സഹായിക്കാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു വിന്നറും കൂടി ആയെന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതിൽ ഞാൻ കരഞ്ഞ് വിളിച്ച് വന്ന് വീടിൻ്റെ മുറ്റത്തെത്തി കേക്ക് എടുക്കാൻ വേണ്ടി വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ അടുത്തുള്ളവരൊക്കെ ഓടി വന്ന് എന്താ കുട്ടികൾക്ക് പറ്റിയെന്ന് വിചാരിച്ചിട്ട് അവർ വിചാരിച്ച് കുട്ടികൾക്ക് എന്തോ പറ്റിയിട്ടാണ് നമ്മൾ കരയുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിവിടെ വന്ന് ആ കേക്ക് വീട്ടിലെത്തിച്ച് അവരെ കല്യാണത്തിന് അവിടെ എത്തിച്ചു കൊടുത്തതിന് ശേഷം ഞങ്ങൾ ബൈക്കിലാണ് പോയത്. കാരണം റോഡ് ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് കുട്ടികളെ ഒന്നും ഇവിടുന്ന് ഉമ്മാനെയും മക്കളെ രണ്ടാളെയും കൂട്ടാനൊന്നും നിന്നില്ല. ഞങ്ങൾ നേരെ ആ ബൈക്ക് തന്നെ കേക്ക് കൊടുത്തിട്ട് നേരെ പോയി. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവർക്കും സന്തോഷമായി. അങ്ങനെ അവർ നമ്മളെ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ നമ്മളവിടെ എത്തി. അതിനുശേഷം കേക്ക് കട്ടിങ്ങും മോൾക്കായിരുന്നു കേട്ടോ എല്ലാ ഇതും. ആ സമയത്ത് മോൾക്ക് എല്ലാവരും അവർ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രൗണൊക്കെ വെച്ച് കൊടുത്ത് എല്ലാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെന്നതിന് ശേഷം എനിക്ക് എല്ലാം അവർ തിരിച്ച് എനിക്ക് തന്നെ എല്ലാം ചെയ്ത് വെച്ച് തന്നു. ക്രൗൺ വെച്ച് തന്നു. പിന്നെ എല്ലാ ഇതും എനിക്ക് തന്നെ തന്നു. പക്ഷേ എന്താ വെച്ചാൽ ആ മൊമെൻറ്റിൽ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നഷ്ടമായി. ആ ഒരു സമയത്ത് കിട്ടേണ്ട ആ ഒരു സമയത്ത് നമ്മളവിടെ ഇല്ലാത്തത് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. അത്രമാത്രം എന്താ പറയുക, അത്ര ആഗ്രഹിക്കാതെ കിട്ടിയതുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ടൊരു സന്തോഷമായിരുന്നു. അപ്പോൾ അത് തന്നെ ആ ഒരു സമയത്ത് അവിടെ ഇല്ലാതായതിൻ്റെ ഭയങ്കര ഉണ്ടായിരുന്നു. പിന്നെ അത് അവിടെ എത്തി നമുക്ക് തിരിച്ച് എല്ലാവരുടെ അടുത്ത് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും അവർ കേക്ക് കട്ടിങ്ങിലും ഒക്കെ എനിക്ക് എത്താൻ പറ്റിയതുകൊണ്ട് തന്നെ അതൊക്കെ ആ ഒരു സമയത്ത് എത്താനൊക്കെ കാരണക്കാരൻ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അത്ര എഫേർട്ട് എടുത്തിട്ടാണ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് കൊണ്ട് നടന്നതും പോയതും ഒക്കെ. അതുകൊണ്ട് എന്താ പറയുക, അത്രയ്ക്കൊരു ഇതാണ്. നമ്മൾ എന്ത് വിചാരിച്ചാലും നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു എഫേർട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഉറപ്പായിട്ടത് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അന്ന് നടന്ന കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അത് കാണാം. ഇത് പുൾമിയപ്പ് ബിരിയാണിയാണ്. പുൾമിയപ്പ് ബിരിയാണി. ഓക്കെ, ആ ബിരിയാണിന്റെ സ്പെഷ്യാലിറ്റി മീൻസ് ഇത് ഞാൻ സ്വന്തമായിട്ട് ഒരു റെസിപ്പിയാണ്. ടെൻഡർ കോക്കനട്ട് ഉപയോഗിച്ച് തൈരിന് പകരം ഹെൽത്തി ചിക്കനും തൈരും കൂടി എതിർ ഫുഡായതുകൊണ്ട് അത് പിന്നെ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് നമ്മൾ വാഴയില വെച്ചിട്ട് ഇതൊരു നല്ല ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിങ്ങനെ വാഴയില വെച്ച് കറി ഒഴിക്കും, എന്നിട്ട് അത് പിന്നെ പൊന്തിക്കുകയല്ലേ, കേക്ക് പോലെ തന്നെ വാഴയില പൊന്തിക്കുമ്പോൾ സ്പ്രെഡ് ആവും. പക്ഷേ ഇത് നമ്മുടെ കോഴിക്കോട് 2U എന്ന ഇൻസ്റ്റാഗ്രാം പേജിലെ ആളാണ് കേട്ടോ. അവരാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് നേരം സംസാരിച്ചതാണിത്. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന വിഭവങ്ങളായിരുന്നു. മീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെക്കൻ പറഞ്ഞ കറക്റ്റാ. ഇവരുടെ എല്ലാ ഡിഷിനും ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സ്പെഷ്യൽ സാധനം ഉണക്കമുന്തിരി കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കി. ഉണക്കമുന്തിരിയുടെ അച്ചാറ് ഒരു രക്ഷയില്ല. ലക്ഷണമൊത്ത ഉണക്കമുന്തിരി അച്ചാറായിരുന്നു. ഗംഭീരമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത സ്വാദായിരുന്നു.
പിന്നെ ആട്ടുംതല വെച്ചിട്ട് സ്വന്തമായിട്ട് റെസിപ്പി കണ്ടുപിടിച്ച ആളാണ്. ആട്ടുംതല മുസ്മനൊക്കെ ഉണ്ടാക്കി അത് ഡിസ്പ്ലേ ചെയ്ത് ഡിഫിക്കൽറ്റിക്ക് ഒരുപാട് മാർക്ക് മേടിച്ച ആളാണ്. എനിക്ക് തോന്നുന്നു ആ കുക്കിംഗ് ടൈമൊക്കെ ഒരുപാട് എടുത്തുണ്ടാക്കിയ ആളാണ് ആ ആട്ടുംതല മുസ്മൻ ഉണ്ടാക്കിയത്. അതേസമയം തന്നെ ആ റൈസിനൊക്കെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. പിന്നെ ഉഗ്രൻ പായസമായിരുന്നു റഫീഖിനോട് പായസം. റഫി അവർ എന്നോട് അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ പായസം നല്ലതായിരുന്നു. അതെ, ഫിഗിന്റെ പായസമായിരുന്നു. ഫസ്റ്റിലാ നാവില് കിട്ടിയ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞു, കലശേട്ടാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നല്ല അടിപൊളി പായസം. കണ്ടസ്റ്റന്റ് നമ്പർ 2. ആദ്യത്തെ മത്സരാർത്ഥിയുമായിട്ട് 2 മാർക്കിന്റെ വ്യത്യാസത്തിലാണ്, എന്റെ മാർക്കിന്റെ കാര്യത്തിൽ 2 മാർക്കിന്റെ വ്യത്യാസത്തിലാണ് 2ാം സ്ഥാനത്തേക്ക് വന്നത്. വെറും 2 മാർക്കിന്റെ. ഫസ്റ്റ് കിട്ടിയ ആൾക്ക് എന്റെ മാർക്ക് 76ഉം ഇവരുടെ മാർക്ക് 74ഉമാണ്. അങ്ങനെ ഓക്കെ, ഉഗ്രനായിരുന്നു. ആ ഉണക്കമുന്തിരിയുടെ അച്ചാർ കഴിച്ചിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണക്കമുന്തിരി അച്ചാർ കഴിച്ച ആ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്താ പേര്? മോളാണോ? ഓക്കെ. ഉണക്കമുന്തിരിയുടെ അച്ചാർ ലക്ഷണം കഴിച്ചു നോക്കിയോ? ഉഗ്രനല്ലേ? എന്തെങ്കിലും ഒരു കുത്തുണ്ടായിരുന്നോ? മുളക് പൊടിയുടെ എന്തിൻ്റെങ്കിലും ഒന്നുമില്ലായിരുന്നു. ലക്ഷണമൊത്ത നല്ല. അത് ഒരു സമ്മിശ്ര പ്രതികരണം എന്ന് പറഞ്ഞാൽ ഈ 2 സാധനങ്ങൾ കഴിച്ചപ്പോൾ എൻ്റെ റിലേ കട്ടായി പോയത്. ഒന്ന് മറ്റേ മാങ്ങ, മറ്റേ തുറമാങ്ങയും ഇവരുടെ അച്ചാർ, എല്ലാ രസങ്ങളും അതിനകത്ത്, മധുരവും ഉപ്പും കയ്പും ചവർപ്പും എല്ലാ രസങ്ങളും, ഷഡ് രസങ്ങളും ഒത്തിണങ്ങിയ ഒരു സാധനമായിരുന്നു. അടിപൊളി. ഇത് സെക്കൻഡ് കിട്ടിയ ആളാണ്. സെക്കൻഡ് കിട്ടിയ ആളെ വീഡിയോ എനിക്ക് കിട്ടിയുള്ളൂ. തേർഡ് കിട്ടിയത് ഒരു ബാംഗ്ലൂരുകാരിയാണ്. അവരത് വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് അന്ന് പിന്നെ ഇത് നെസ്റ്റോൻ്റെ ഒരു ബണ്ണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ക്രീം ബണ്ണ്. ഇത് ബണ്ണ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ നെസ്റ്റോയിൽ. ഇതിൻ്റെ ചെറിയ പീസ് ഇത് അവർ വലുതാക്കിയിട്ട് ഇറക്കിയതാണ്. അന്ന് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഇറക്കിയതാണ്. അതിൻ്റെ ചെറിയ പീസ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ബണ്ണ്. ഇവാലുവേഷൻ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഈ ഒരു പ്രോസസ്സിന് 3-4 മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ അവര്. വയനാട്ടിൽ നിന്ന് മാത്രമല്ല, മലപ്പുറം, പാലക്കാട് നിന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വരെ. അഫ്ഗാനി പലാവ്, ഗുലാബ് ജാമുൻ, ഹോം മെയ്ഡ് സ്പെഷ്യൽ, സ്വന്തം റെസിപ്പിയാണ്. വെച്ച് ആരും ചെയ്യില്ലല്ലോ. ഇളനീർ ഇതന്നെ എല്ലാരും നോൺ ഉണ്ടാക്കുന്നോണ്ട് ഞാൻ വെച്ചാക്കി. നമ്മുടെ പാചക റാണിയിലേക്കാണ്. നെസ്റ്റോ അജ്മി ഡബിൾ ഹോസ് പാചക റാണി. ഈ വർഷത്തെ നമ്മുടെ പാചകറാണിയെ, നെസ്റ്റോയുടെ ആദ്യത്തെ പാചകറാണിയെ നമ്മൾ കൽപ്പറ്റയിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പോവാണ്. തിരഞ്ഞെടുക്കട്ടെ? നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ട്, കുറെ ആൾക്കാരൊക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ട്, അവരുടെ പേരൊക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ട്. ഗസ് നമ്മുടെ നേരത്തെ ഗസ് പറഞ്ഞ് ചേർക്കാൻ സാജിദ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആക്കിയ പോലെ ഇപ്രാവശ്യം ഇവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 5-6 വിഭവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. എല്ലാം നമ്മുടെ രസമുകളങ്ങളെ ത്രസിപ്പിച്ച സാധനങ്ങളാണ്. എല്ലാ വിഭവങ്ങളും ഒരു ഹൈ സ്കോറിലേക്ക് വന്ന വിഭവങ്ങളാണ്. ചില ഡിഷസിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ഡിഫിക്കൽറ്റിക്കാണ് നമ്മൾ നേരത്തെ തലമുസ്മൻ ഉണ്ടാക്കിയ ആള് ഡിഫിക്കൽറ്റിയുടെ പേരിൽ കുറെ പ്രയാസപ്പെട്ടാണ് ആ ഡിഷ് ഉണ്ടാക്കിയത്. ആ ഡിഫിക്കൽറ്റിക്കാണ് മാർക്ക് കിട്ടിയത്. ടേസ്റ്റിന്റെ മാർക്കിന് ഓൾമോസ്റ്റ് എല്ലാ ജഡ്ജസും ഓൾമോസ്റ്റ് ഫുൾ മാർക്ക് കൊടുത്തേക്കുന്ന ഒരാളാണ് അടുത്ത് വരാൻ പോകുന്നത്. ഡിഫിക്കൽറ്റിക്കൊക്കെ മാർക്ക് കുറവായിരുന്നു. പല കാറ്റഗറി ഉണ്ടല്ലോ, ഇതിന്റെ ഭംഗിയും അതിന്റെ ടേസ്റ്റും പിന്നെ അതിന്റെ ഡിഫിക്കൽറ്റിയും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഇത്രയും കാറ്റഗറി നോക്കിയിട്ടാണ് നമ്മൾ മാർക്ക് ഇട്ടത്. അപ്പോ ഈ മത്സരാർത്ഥിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ കരിക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമ്മളെ ഞെട്ടിച്ച ആളാണ്. അതിന്റെ ഫ്ലേവർ വേറെ ഒരു ബിരിയാണിക്കും ഇന്നിവിടെ കിട്ടിയില്ല. ഞാൻ കഴിച്ചത് വെച്ച് ഏറ്റവും നല്ല ഒരു ബിരിയാണിയുടെ മസാലയായിരുന്നു. വളരെ മൈൽഡ് ആയിട്ടുള്ളൊരു മസാലയായിരുന്നു. ആ മസാലക്കാരി നെസ്റ്റോ അജ്മി ഡബിൾ ഹോസ് പാചകറാണി ഈ വർഷത്തെ നമ്മുടെ നെസ്റ്റോയുടെ പാചകറാണിയായി മാറിയിരിക്കുന്നു ജഷീല.
ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വിളിച്ചിട്ട് ഉമ്മച്ചി പോയി വാ നീ കയറി. ഉമ്മച്ചി കേക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് പോയി എന്ന് പറഞ്ഞു. മത്സരമൊക്കെ അവിടെ നിൽക്കട്ടെ, എന്റെ കച്ചവടം നടക്കണം എന്നുള്ളത് വേറെ ആരും ഉണ്ടാവില്ല അല്ലെ, ഉമ്മച്ചി കൊടുത്താലേ ശരിയാവുള്ളൂ. അപ്പൊ കേക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഉമ്മച്ചി പോയി എന്ന് പറഞ്ഞു. ഉമ്മച്ചിയോട് പറഞ്ഞേക്ക് ഉമ്മച്ചി മിസ് ഇല്ല, ഇത് സാറ് തന്നെ ചെയ്താൽ ഇതിന് അർഹൻ സാറാണ്. കാരണം ഇതിനു വേണ്ടി ഏറ്റവും പെയിൻ എടുത്തത്, ഏറ്റവും റിസ്ക് എടുത്തത് സാറാണ്. അടിപൊളി. അങ്ങനെ ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷം എനിക്കത് പിന്നെ അവർ രണ്ടാമതായിട്ട് എനിക്ക് ഇട്ട് തന്നു, ക്രൗൺ വെച്ച് തന്നു, ട്രോഫി തന്നു, എല്ലാം അവർ ഫസ്റ്റ് മുതലേ ചെയ്തു. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ കിട്ടേണ്ടത് നമുക്കത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. പിന്നെ നമ്മുടെ ബീ ഹൈവിന്റെ റഷ്യൻ ഹണി കേക്കാണ് നമ്മളെ മുറിക്കാൻ പോകുന്നത്. നമ്മുടെ പാചക റാണിയുടെ സാന്നിധ്യത്തിൽ നെസ്റ്റോ ഡബിൾ ഹോഴ്സ് അച്ഛനി പാചക റാണി വിന്നർ ജസീല. ജസീല ഏതാ? വയനാടുകാരിയാണ്. വയനാടുകാരി ജസീല നെസ്റ്റോ പാചക റാണി ആയി മാറിയിരിക്കുന്ന ജസീലയെ സാക്ഷ അണിയിക്കാൻ പോവുകയാണ് ഞാൻ. വിന്നർ ജസീല. ഇനി ക്രൗണിംഗ് സൈനുദ്ദീൻ സാറാണ് നിർവഹിക്കാൻ പോകുന്നത്. നമ്മുടെ പാചകരാണി ആദ്യത്തെ നെസ്റ്റോയുടെ കേരളത്തിൽ നടത്തുന്ന മത്സരങ്ങളിലെ ആദ്യത്തെ പാചകരാണി ജസീല. ഇനി സർട്ടിഫിക്കറ്റ് മെമന്റോ കൈമാറുകയാണ്. നിഷാദാണ് കൈമാറുന്നത്. നമ്മുടെ സ്വന്തം മാർക്കറ്റിംഗ് മാനേജറാണ് അദ്ദേഹം. ഇനി ഒപ്പം തന്നെ സർട്ടിഫിക്കറ്റ് കൈമാറുന്നു. പാചകറാണി ആയി മാറിയിരിക്കുകയാണ്. ക്യാഷ് അവാർഡ്. ഇനി അബ്ദുൽ സാറാണ്. അപ്പോൾ നമ്മുടെ പാചകറാണിയുടെ പ്രത്യേക അങ്ങനെ പരിപാടികളൊക്കെ വൈൻഡപ്പ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇനി വീണ്ടും പരിപാടികളൊക്കെ വരുന്നു, അതിൽ പങ്കെടുക്കണം എന്നൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു വലിയൊരു ഘട്ടം ഇവിടെ കുറച്ചൊക്കെ ഞാൻ കാണിച്ചു. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് വയ്യ കാണിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.